മൂന്നാം നിലയിലെ 10ാം വാർഡിലുണ്ടായിരുന്ന രോഗികളെ കണ്ട ശേഷം ചാണ്ടിയുമൻ വന്ന ഒരു പ്രതികരണം നടത്തുന്നത്. അവിടെയുള്ള ആൾ ഡിസ്ചാർജ് ചെയ്തു എന്നൊരു കാര്യമാണ് ചാണ്ടിയുമൻ പറയുന്നത്. എന്താണ് അവരോട് സംസാരിച്ച് മനസ്സിലാക്കാൻ? ആ ബ്ലോക്കിലുണ്ടായിരുന്ന എല്ലാവരോടും ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന് സാധിക്കുക? അത് മെഡിക്കൽ കോളേജ്, ജനങ്ങളുടെ കോളേജ്, ഹോസ്പിറ്റലായ മെഡിക്കൽ കോളേജ് പറയുകയാണ് ഡിസ്ചാർജ്, വേറെ ഇവിടുന്ന് പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ രോഗികൾക്കും ഡിസ്ചാർജ് കൊടുക്കുന്നു. ഇത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്തിന്റെ പേരിലാണ് ഡിസ്ചാർജ്? നിങ്ങൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞോ? അവരുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ മനസ്സിലാക്കുമായിരുന്നു. ഇവിടെ ട്രീറ്റ്മെന്റ് കഴിയാതെ അവരെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഇത് മൂടി വെക്കുവാനുള്ള ശ്രമമാണ്. ഇവിടെ നിങ്ങൾ തന്നെ പോയി വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോഴും പോയി എടുക്കണം. അവര് പറയുന്നത് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ, ഡിസ്ചാർജ് മേടിച്ചു പോകാൻ. അതെന്താ, ഇവർക്ക് അസുഖം മാറിക്കഴിഞ്ഞെന്നാണോ ഹോസ്പിറ്റൽ പറയുന്നത്? അതോ നിങ്ങൾക്ക് സാഹചര്യമില്ലേ? ഇവിടെ അവരെ ട്രീറ്റ് ചെയ്യാൻ സാഹചര്യമില്ലേ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം സൂപ്രണ്ടിന് പറയണം, അതിന്റെ ഉത്തരം മന്ത്രി പറയണം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇത്രയും രോഗികൾ ഇവിടെ അവർ താമസിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവരെ ഡിസ്ചാർജ് കൊടുത്ത് പുറത്തു വിടുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരുടെ ചികിത്സ കഴിഞ്ഞ് അവരെ വിടാം. അതിനു മുമ്പ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ്. സർക്കാർ മറക്കരുത്, ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അവരെ ഡിസ്ചാർജ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇത് മറച്ചു വെക്കുവാനുള്ള ശ്രമം, അവിടെ ആരും താമസിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമമാണെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു രോഗിയും അവരെ ട്രീറ്റ്മെന്റ് കഴിയാതെ വിടലെന്ന് ഞാൻ മെഡിക്കൽ കോളേജിനോട് ശക്തമായി ആവശ്യപ്പെടുകയാണ്.